അപ്പോൾ ഈ WDC നമുക്ക് വളമായിട്ട് മാത്രമല്ല മറ്റൊരുപാട് ഗുണങ്ങൾ ഈ WDCനെ കൊണ്ടുണ്ട്. അതിനുശേഷം ഈ അലിയിച്ച ഈ വെള്ളം നമ്മൾ ഈ 8 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം ഈ WDCയിൽ നിന്ന് നമ്മൾ 1 ഗ്രാമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന WDCയെ കുറിച്ചാണ്. വേസ്റ്റ് ഡീകമ്പോസർ. അതെച്ചാൽ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം WDC എന്ന ജൈവ ജീവാണു വളത്തെ കുറിച്ചിട്ട്. ചെറിയ പൈസ ചെലവ് തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ജൈവ ജീവാണു വളമാണ് WDC. അപ്പോൾ ഈ WDC എങ്ങനെയാണ് നമ്മൾ വളമാക്കി മാറ്റേണ്ടത് എന്ന രീതിയെ കുറിച്ചിട്ടും അതുപോലെ അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ഒരു തവണ നമ്മൾ WDC ചെറിയ പൈസക്ക് അയച്ചാൽ 20 രൂപ മുതൽ 50 രൂപ വരെയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവനും ഇതെങ്ങനെയാണ് വളമാക്കി കൊണ്ടുപോകാന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും കൂടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് WDC, വേസ്റ്റ് ഡീകമ്പോസർ. അയച്ചാൽ ഉത്തർപ്രദേശിലുള്ള ഗാസിയാബാദിലുള്ള ചില പശുക്കളിൽ നിന്നും ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ജൈവ ജീവാണു വളമാണ് ഈ WDC. അപ്പോൾ ഈ WDC നമുക്ക് വളമായിട്ട് മാത്രമല്ല മറ്റൊരുപാട് ഗുണങ്ങൾ ഈ WDCനെ കൊണ്ടുണ്ട്. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ നമുക്ക് ഈ WDC എങ്ങനെയാണ് നമ്മളെ വീട്ടിൽ ചെറിയ രൂപത്തിൽ അയച്ചാൽ ഒരു 10 ലിറ്ററിൽ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക, ഈ ജീവാണു വളം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ആദ്യം നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മളിതൊരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ബോട്ടിൽ എവിടെ നിന്ന് കിട്ടുമെന്ന് എല്ലാവരും ചോദിക്കും. ഇത് ആമസോണിൽ നിന്നാണ് നമ്മളൊക്കെ വാങ്ങാറ്. അപ്പോൾ ആമസോണിൽ ഇത് പല കമ്പനീൻ്റെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒറിജിനൽ നോക്കി വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. 20 രൂപ മുതൽ 50 രൂപ വരെയാണ് പല കമ്പനിയുടെ ആയിട്ട് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ചില കമ്പനിക്ക് 2 വർഷമായിരിക്കും, ചില കമ്പനിക്ക് 3 വർഷമായിരിക്കും എക്സ്പയറി ഡേറ്റ്. അപ്പോൾ അത് നമ്മൾ നോക്കുക. അപ്പോൾ ഇത് നമ്മൾ 20 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് വരിക. അപ്പോൾ 20 ഗ്രാമാണ് ഇതിലുണ്ടാവുക. ഈ 20 ഗ്രാം കൊണ്ട് 200 ലിറ്റർ നമുക്ക് ജൈവ ജീവാണു വളം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് മാത്രമല്ല, ഈ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മൾ തൈര് ഉറ എടുത്ത് മാറ്റി വെക്കുന്ന പോലെ നമ്മളിപ്പോൾ ഒരു 10 ലിറ്ററിലാണ് നമ്മളിത് മിക്സ് ചെയ്തതെന്നുണ്ടെങ്കിൽ ആ വളം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ഒരു 2 ലിറ്റർ മാറ്റി വെച്ചിട്ട് അത് ഉറ ഒഴിച്ചും കൊണ്ട് വീണ്ടും ഈ വളം നമ്മൾ ജീവിതകാലം മുഴുവൻ തന്നെ ഈ ഒരു ബോട്ടിൽ കൊണ്ട് നമുക്ക് ജൈവവളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു 10 ലിറ്ററിൽ ഈ ജൈവ ജീവാണു വളം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാം. അപ്പോൾ ഈ ജൈവ ജീവാണു വളം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 10 ലിറ്റർ വെള്ളമാണ്. വെച്ചാൽ ഒരു ബക്കറ്റിൽ 8 ലിറ്ററും ഒരു ബക്കറ്റിൽ 2 ലിറ്ററും അങ്ങനെ ആയിട്ടാണ് 10 ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ബക്കറ്റ് നല്ല ക്ലീൻ ആയിരിക്കണം, യാതൊരുവിധ കെമിക്കലോ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവരുത്. അപ്പോൾ ബക്കറ്റ് നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ഈ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ജീവാണു വളം നശിക്കാൻ വേണ്ടി കാരണമാവും. അപ്പോൾ ഇരുമ്പ് അംശമുള്ളതോ അങ്ങനത്തെ തുരുമ്പ് അംശമുള്ളതോ എന്നുള്ള കമ്പുകളോ ബക്കറ്റുകളോ ഒന്നും എടുക്കാതിരിക്കുക. നമ്മളിത് ഇളക്കാൻ വേണ്ടിയിട്ട് കമ്പ് എടുക്കുമ്പോഴും നമ്മൾ ഇരുമ്പ് കമ്പി അങ്ങനെ ഒന്നും എടുക്കാതിരിക്കുക. കാരണം ഉണങ്ങിയിട്ടുള്ള ഒരു കമ്പ് ഇളക്കാൻ വേണ്ടിയിട്ട് എടുക്കട്ടോ. കാരണം ഈ ജീവാണു വളം നശിക്കാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒരു 100 ഗ്രാം ശർക്കര പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ 10 ലിറ്റർ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട അളവ് 100 ഗ്രാം ശർക്കര പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ 2 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഈ 100 ഗ്രാം ശർക്കര ആദ്യം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ശർക്കര നല്ല രീതിയിൽ വെള്ളത്തിൽ ലയിക്കുന്ന രൂപത്തിൽ ഇളക്കി കൊടുക്കട്ടോ. അപ്പം നല്ലോണം വെള്ളത്തിൽ ഈ ശർക്കര ലയിക്കണം. അപ്പോൾ നമ്മൾ ശർക്കര ഈ 2 ലിറ്റർ വെള്ളത്തിൽ നല്ല രീതിയിൽ അലിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ അലിയിച്ച ഈ വെള്ളം നമ്മൾ ഈ 8 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ WDCയിൽ നിന്ന് നമ്മൾ 1 ഗ്രാമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ബോട്ടിലിൽ 20 ഗ്രാമാണ് ഉണ്ടാവുക. അപ്പോൾ 20 ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ 200 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യേണ്ട ഒരു ബോട്ടിലാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ റെഡിയാക്കാന്നുണ്ടെങ്കിൽ 10 ലിറ്ററിൽ ആദ്യം മിക്സ് ചെയ്താൽ മതി. ആ 10 ലിറ്ററിലേക്ക് നമ്മൾ 1 ഗ്രാമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും കൈ കൊണ്ടൊന്നും എടുക്കരുത്. അപ്പോൾ നല്ല വൃത്തിയുള്ള എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ മരത്തിൻ്റെ കമ്പൗണ്ടാണ് നമ്മളിത് എടുക്കേണ്ടത്. കാരണം ഇതിലുള്ള ജീവാണു നശിക്കാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് WDC ഇട്ടതിന് ശേഷം നമ്മളൊരു ഉണങ്ങിയ കമ്പ് വെച്ചിട്ട് ഒരു 40 തവണ
ഇത് ഒരേ ദിശയിലേക്ക് ക്ലോക്ക് ബേസിൽ നമ്മളിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 40 തവണ എന്നാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ 40 തവണ 50 തവണ ഒക്കെ ആക്കുക. ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു 40 തവണയെങ്കിലും നമുക്കിത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കുമ്പോൾ ഒരേ ദിശയിലേക്ക് തന്നെ നമ്മൾ ഇളക്കണേ. ഇതൊരു 40 തവണന്റെ മേലെ ഇത് ഒരേ ദിശയിലേക്ക് ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ ഇത് 7 ദിവസം നമ്മളിത് വെക്കണം. അപ്പൊ 7 ദിവസം നമ്മൾ വെക്കുമ്പോൾ എല്ലാ ദിവസവും 2 നേരം ആഴ്ച ഒരേ സമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആഴ്ച ഇപ്പം നാളെ രാവിലെ 7 മണിക്കാണ് ഇളക്കുന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ 7 മണിക്ക് തന്നെ ഒരേ സമയത്ത് ഇളക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ദിവസം 2 നേരം ഇതേപോലെ തന്നെ 40 റൗണ്ട് നമ്മൾ ഒരേ ദിശയിലേക്ക് തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഈ 7 ദിവസം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ മാറ്റി വെക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു തുണി വെച്ചിട്ട് ഇത് ആദ്യം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം ഇതുപോലെ നെറ്റുള്ള ചാക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്രീൻ നെറ്റ് ഇട്ട് വെച്ചിട്ട് അതും വെച്ചിട്ട് നമ്മൾ ഇത് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കവർ ചെയ്തതിന് ശേഷം ഇതൊരു കയറെടുത്തിട്ട് നല്ല രീതിയിൽ നമ്മൾ ഇതൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പൊ ഇത് വെക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു തണുപ്പുള്ള സ്ഥലത്താണ് നമ്മളിത് വെക്കേണ്ടത് കേട്ടോ. എന്നുവെച്ചാൽ കൂടുതലായിട്ട് ചൂടൊന്നും അടിക്കാത്ത സ്ഥലത്ത്, വെയിലൊന്നും അടിക്കാത്ത സ്ഥലത്താണ് ഇത് വെക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, WDC നമ്മൾ വാങ്ങിയാൽ 2 വർഷം എക്സ്പയറി ഉണ്ടാവും. അതിന്റെ കാലാവധി 2 വർഷം ഉണ്ടാവും. അപ്പൊ ആ 2 വർഷം നമ്മൾ കറക്റ്റായിട്ട് അതിന്റെ ജീവാണു നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു തണുപ്പുള്ള ഒരു കൂളുള്ള ഒരു സ്ഥലത്താണ് നമ്മളിത് വെക്കണം. വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കണം എന്നല്ല കേട്ടോ പറഞ്ഞത്. കൂടുതലായിട്ട് വെയിലൊന്നും തട്ടാത്ത ഒരു തണലുള്ള ഒരു കൂള് പ്ലേസിലാണ് ഇത് നമ്മൾ വെക്കേണ്ടത്. ഇത് വളമാക്കിയിട്ട് വെക്കേണ്ടത്, അതുപോലെ WDC നമ്മൾ വാങ്ങിയാൽ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതും അങ്ങനത്തെ ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പൊ നമ്മൾ റെഡി ആക്കിയിട്ടുള്ള ഈ WDC ജൈവ ജീവാണു വളം ചെടികൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പച്ചക്കറി കൃഷിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് 1 ലിറ്റർ നമ്മൾ ഈ റെഡിയാക്കിയിട്ടുള്ള ഈ വളം എടുത്താൽ അതിലേക്ക് 6 ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പച്ചക്കറി കൃഷിക്കൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ ആണ്, അത്യാവശ്യം വലിയ പ്ലാന്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് 1 ലിറ്റർ വളത്തിലേക്ക് 3 ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് റെഡിയാക്കി വെച്ചത് നമുക്കൊരു 28 ദിവസം വരെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന വെച്ചാൽ ഇത് കേടുവന്ന് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ജീവാണുകൾ നിലനിന്നുകൊണ്ടേയിരിക്കും. ഇനി ഈ വളം കൊണ്ട് തന്നെ വീണ്ടും നമ്മൾ വളം ഉണ്ടാക്കൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇത് 10 ലിറ്റർ ആണല്ലോ. അപ്പൊ ഈ 10 ലിറ്ററിൽ നിന്ന് ഒരു 2 ലിറ്റർ നമ്മൾ മാറ്റി വെക്കാം. അപ്പൊ ഈ 2 ലിറ്റർ നമ്മൾ തൈരിനൊക്കെ ഉറ ഒഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കല്ലോ, അതേപോലെ 2 ലിറ്റർ മാറ്റി വെച്ചിട്ട് വീണ്ടും നമ്മളൊരു ബക്കറ്റിൽ 8 ലിറ്റർ വെള്ളം എടുക്കാം. 8 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് 100 ഗ്രാം ശർക്കര പൊടിച്ചിട്ട് അതിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള ഈ 2 ലിറ്റർ വളം അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നമ്മളിപ്പോൾ ഈ ചെയ്ത ഇതേ രീതിയിൽ തന്നെ 40 പ്രാവശ്യം ഇളക്കുക. എന്നിട്ട് 7 ദിവസം നമ്മൾ വെക്കുക. അത് വീണ്ടും 7 ദിവസം 2 നേരമായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അങ്ങനെ തന്നെ നമ്മൾ റൊട്ടേഷനിൽ പോവുക. വീണ്ടും അത് തീരാൻ നേരത്ത് വീണ്ടും അതിന് 2 ലിറ്റർ മാറ്റിയിട്ട്, അപ്പോൾ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ജീവിതകാലം മുഴുവൻ നമ്മൾ കൃഷി ചെയ്യുന്നിടത്തോളം കാലം ഈ വളം നമുക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇനി WDCന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കൃഷി ചെയ്യുമ്പോൾ പച്ചക്കറി കൃഷി എന്താണെങ്കിലും നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്താൽ ഈ WDC ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ വളങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ കരിയിലൊക്കെ ഇട്ട് കൊടുക്കാന്ന്, കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാന്നുണ്ട്, പെട്ടെന്ന് തന്നെ അത് ജീർണിച്ച് ചെടികൾക്ക് വലിച്ചു എടുക്കാൻ വേണ്ടിയിട്ട് ഈ വളം വളരെ ഉപകാരപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്ത് തരം കമ്പോസ്റ്റ് ഉണ്ടാക്കാന്നാണ്, ഇപ്പോൾ കരിയില കമ്പോസ്റ്റ് ആക്കിയിട്ട് ഏത് തരം പച്ചില കമ്പോസ്റ്റ്, ഏത് തരം കമ്പോസ്റ്റ് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്തിട്ടുള്ള വളം നമ്മൾ തെളിച്ച് കൊടുത്താൽ, ഇപ്പം നമ്മൾ കരിയില കമ്പോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം അതുപോലെ മറ്റു സ്ലറികളൊക്കെ തെളിച്ച് കൊടുക്കില്ല, അതിന് പകരം ഈ WDC വളം നമ്മൾ തെളിച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഏത് തരം കമ്പോസ്റ്റ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 30-40 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കത് നല്ല രീതിയിൽ കമ്പോസ്റ്റായി കിട്ടും. അത് ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല രീതിയിലുള്ള ഗുണങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് അഡീഷണൽ ആയിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ലെയറായിട്ട് നമ്മളിപ്പോൾ കരിയില കമ്പോസ്റ്റ് ആയിക്കോട്ടെ പച്ചില കമ്പോസ്റ്റ് ആയിക്കോട്ടെ, നമ്മൾ ഏത് തരം കമ്പോസ്റ്റ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു തട്ടിൽ നമ്മളിത് നിരത്തിയിട്ട് പിന്നെ നമ്മൾ വെള്ളം തെളിച്ച് കൊടുക്കലൊക്കെ അല്ലേ, ആ വെള്ളം തെളിച്ച് കൊടുക്കുന്നതിന് പകരം ഈ WDC നമ്മൾ ഈ വളം നമുക്ക് തെളിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വിത്തുകളൊക്കെ മുളപ്പിക്കുന്ന ടൈമിൽ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വിത്തുകളൊക്കെ പെട്ടെന്ന് നല്ല രീതിയിൽ ഒരേ ടൈമിൽ തന്നെ എല്ലാം മുളച്ചു വരുന്നതിനും, അതുപോലെ തന്നെ വിത്തുകൾ മുളച്ചു വരുമ്പോൾ അതിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഈ WDC വളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ചെടികളിലെ കീടങ്ങളെ ആക്രമണത്തിന് കീടനാശിനിയായിട്ടും WDC ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. WDC നമ്മൾ ഈ വളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കീടശല്യം കുറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലൊക്കെ ചെടികൾ നമ്മൾ നട്ടിട്ട് കുറേ കാലമായിട്ട് ചെടികൾ വളർച്ച മാത്രമേ ഉള്ളൂ, കാര്യമായിട്ട് പൂക്കളൊന്നും വിരിയുന്നില്ല
ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ WDC നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താലൊക്കെ പെട്ടെന്ന് പൂക്കൾ വിരിയാനൊക്കെ നല്ലൊരു വളം തന്നെയാണ് ഈ WDC കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ചെടികളിലെ വേരുകളെ വളർച്ചയ്ക്ക് റൂട്ടിന് ഹോർമോണായിട്ടും WDC നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് നമ്മൾ ചെടികൾ ചുവട്ടിൽ ഒഴിച്ച് കൊടുത്താലൊക്കെ നല്ല രീതിയിൽ റൂട്ടിന് വേരുകൾക്കൊക്കെ നല്ല രീതിയിൽ വളർച്ച വരാനൊക്കെ നല്ലൊരു വളമാണ് ഈ WDC. അതുപോലെ തന്നെ നമ്മളെ മണ്ണിൻ്റെ pH ലെവൽ ക്രമപ്പെടുത്തിയിട്ട് വെച്ചാൽ നമ്മൾ വളങ്ങളിട്ട് നമ്മളെ മണ്ണിലുണ്ടാകുന്ന പുളിരസത്തൊക്കെ ക്രമപ്പെടുത്തി നമ്മൾ എന്ത് വളങ്ങൾ കൊടുത്താലും പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലേക്ക് നമ്മളെ മണ്ണിനെ മാറ്റിയെടുക്കുന്നതിനും ഈ WDC ജൈവവളം നമ്മൾ കൊടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ചെടികളിലൊക്കെ പൊതട്ട് കൊടുക്കല്ലോ. അപ്പോൾ പൊതട്ട് കൊടുത്താലൊക്കെ പെട്ടെന്ന് അത് വളമാക്കിയിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കുന്ന രൂപത്തിലേക്കൊക്കെ മാറ്റാനും ഈ WDC നമ്മൾ ചെടികളെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിൽ വളരെ ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ല ആരോഗ്യമുള്ള കായ്കൾ കിട്ടാനും ചെടികൾക്ക് നല്ല രീതിയിൽ വളർച്ച കിട്ടാനൊക്കെ ഈ WDC ജീവാണു വളം നമ്മൾ ചെടികളെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ചെടികൾ നനയ്ക്കുമല്ലോ, നനയ്ക്കുന്ന ടൈമിൽ ഈ WDC ജീവാണു വളം കൂടി മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ചെടികൾക്ക് ഡെയിലി നന കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് അതിലൂടെ കിട്ടുന്നതാണ് കേട്ടോ. ചെറിയ പൈസനെ കൊണ്ട് തന്നെ കൃഷിയിൽ ഒരുപാട് ഗുണം കിട്ടുന്ന ഈ ജീവാണു വളം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് രൂപേണ അറിയിക്കുക. താങ്ക്